നമ്മളിന്ന് ഡ്രാഗൺ ഫ്രൂട്ട് നടാൻ പോവാണേ. നമ്മളിന്ന് ഡ്രാഗൺ ഫ്രൂട്ട് അട്ടപ്പാടി പോയി വാങ്ങിച്ചിട്ട് വന്നതായിരുന്നു തണ്ടുകൾ. അപ്പോൾ ഒരു തണ്ടിന് 100 രൂപ റേറ്റിനാണ് തണ്ട് തന്നത്. അപ്പോൾ അത് ഞാനൊരു 100 തണ്ടോളം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നട്ടു നോക്കാം എങ്ങനെയാണ്. അപ്പോൾ അതിനുള്ള പില്ലറുകളാണ് ഈ നിൽക്കുന്നത്. നേരത്തെ തന്നെ പോസ്റ്റ് വാങ്ങിച്ച് നമ്മൾ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പില്ലറിലേക്കാണ് ഇനി ഡ്രാഗൺ കൊടുക്കുന്നത്, ഡ്രാഗൺ നട്ടു കൊടുക്കുന്നത്. അപ്പോൾ ഈ പില്ലറിന് ഏകദേശം ഒരു 800 റുപ്പീസൊക്കെ ആയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ ചുവട്ടിൽ 4 വശത്തുമാണ് ഇട്ട് കൊടുക്കുന്നത്. കുഴിക്കകത്ത് ആദ്യമേ തന്നെ ചാണകവും വേപ്പും മണ്ണാക്കും മിക്സ് ചെയ്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് കുഴി ഫില്ല് ചെയ്തിട്ട് വേണം സൈഡിൽ വെച്ച് കൊടുക്കാൻ. ഫില്ല് ചെയ്തത് കുറച്ച് താഴ്ന്ന സ്ഥലം ആയതുകൊണ്ടേ ഒന്നും കൂടി മണ്ണിട്ട് ഫില്ല് ചെയ്ത് പൊക്കിയിട്ട് വേണം വെക്കാൻ. ഡ്രാഗൺ ഫ്രൂട്ടിന് ഏറ്റവും വേണ്ടാത്തത് തണലും വെള്ളവുമാണ്. അപ്പോൾ വെള്ളം കയറാൻ പാടില്ല, തണലും വരാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഇത് മുഴുവൻ നമ്മൾ ഡ്രാഗൺ വെക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ ഡ്രാഗണിൻ്റെ തണ്ടുകൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബാക്കി അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് എടുത്തുകൊണ്ട് വരണം. നമുക്ക് എങ്ങനെയാണ് ഡ്രാഗൺ വെക്കുന്നതെന്ന് നോക്കാം. ഇതാണ് ഡ്രാഗൺ നടാനുള്ള തണ്ട്. അപ്പോൾ ഇതൊരു പോസ്റ്റിന് 4 എണ്ണം വെക്കണം എന്ന് വിചാരിക്കണം, 4 സൈഡിലും കൂടി. അതിനാണ് നമ്മൾ കറക്റ്റായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പോസ്റ്റ് ഒരെണ്ണത്തിൽ കൂടെ കണ്ടോ വേര് വരുന്നത്. അപ്പോൾ ഈ വേര് വന്നത് ഈ പില്ലറിലേക്ക് ചേർത്ത് വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ സൈഡിൽ കൂടെ വേര് പില്ലറിൽ പിടിച്ച് നിന്നോളും. അങ്ങനെയാണ് ഇത് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചേർത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ മണ്ണിങ്ങനെ കൂട്ടുന്നതിൻ്റെ കാര്യമില്ല, ഇതിലിവിടെ വെള്ളം ഉള്ളത് കൊണ്ടാണ്. ഇത് വയ്ക്കാൻ അത്ര കുഴിയെടുക്കേണ്ട കാര്യമില്ല. ഇത് ചെറുതായി വേര് വന്നു തുടങ്ങിയിട്ടുള്ളൂ. നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മണലിച്ചിരി വേര് ഇറങ്ങി. മണ്ണിലിങ്ങനെ ചാരി വെക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുത്താണ്. ഇത് വേരുള്ള ഭാഗം, ഈ ഭാഗത്താണ് വേരുള്ളത്. അതുകൊണ്ട് ആ ഭാഗം ഡ്രാഗൺ കൊണ്ടുവരുമ്പോൾ ഇല്ലേ ഇതിൻ്റെ ചുവട് ഇങ്ങനെ ഷാർപ്പ് അല്ലെങ്കിൽ ഒന്ന് ഷാർപ്പാക്കി കൊടുക്കണം. ഇത് കണ്ടോ വേര് വന്നു തുടങ്ങിയത്. അപ്പോൾ ഒന്ന് പില്ലറായിട്ട് വെച്ച് കൊടുത്താണ്. ഇതൊന്ന് കത്തി കൊണ്ട് ചെറുതായി ചെത്തി മുറിച്ചാക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ വേര് വന്ന ഭാഗം കാണുന്നില്ല, പക്ഷെ ഞാൻ ഈ ഫ്ലാറ്റ് ഏരിയയാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഈ സൈഡിൽ നിന്ന് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ചെറിയ പീസ് വെച്ചാലും മതി, പക്ഷേ കുറച്ച് സ്പീഡിൽ ഉണ്ടാവാനും നന്നായിട്ട് ഉണ്ടാവാനുമാണ് നമ്മളിങ്ങനെ വലിയ പീസ് വെച്ച് കൊടുക്കുന്നത്. ഇതിലിങ്ങനെ ചെറുതായിട്ടുണ്ട്, ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയണം. കാരണം നമുക്കിത് മേളിൽ പോയിട്ട് ഉണ്ടായാൽ മതി. കത്തി കൊണ്ട് വേണം കട്ട് ചെയ്യാൻ. ഇതിൻ്റെ ഒരു കുറച്ച് ഡാമേജ് പോലെ കണ്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചെത്തി കൊടുക്കാം. കണ്ടോ അടി നല്ല പച്ച കളറുണ്ട്. ഇങ്ങനെ ഷാർപ്പാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ എളുപ്പം വേര് വരും. ഇതിൻ്റെ സെൻറ്ററിലൊരു നല്ല റിജിഡ് പോർഷൻ ഉണ്ട്, ഇതിലാണ് വേര് വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ശരിക്കും വേണ്ട സ്ഥലം. അപ്പോൾ ഇതൊന്ന് നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് പറഞ്ഞാൽ ഈ സൈഡിലും വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിത് 3 എണ്ണം വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ചേർത്ത് കെട്ടിക്കൊടുക്കാം. ഉണ്ടോ ചണത്തിൻ്റെ നൂല് കൊണ്ട് തന്നെ കെട്ടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് വീണ് പോകാതിരിക്കാൻ ജസ്റ്റ് ഒരു സപ്പോർട്ട് കൊടുക്കാനാണ്. താഴെ താഴെ കെട്ടി പ്ലാസ്റ്റിക്കിനേക്കാളും ചണത്തിൻ്റെ നൂലാകുമ്പോൾ ഇതിൽ വലിയ മുറിവൊന്നും ഉണ്ടാക്കില്ല, എന്നാൽ ചേർന്ന് നിൽക്കുകയും ചെയ്യും. ഒടിച്ചിവിടെ മേലെ പെട്ടെന്ന് തന്നെ വേര് വന്ന് തുടങ്ങും, മേളിലേക്ക് കയറുകയും ചെയ്യും. അപ്പോൾ ഈ പില്ലറിന് ഒരു 6 അടി ഹൈറ്റ് ഉണ്ട് ഇപ്പോൾ മേളിലേക്ക് തന്നെ.
താഴേക്ക് ഒരടി കൂടുതൽ താത്തിയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. 7.5 അടിയുടെ പൈപ്പല്ലായിരുന്നു ഇത്, 7 അടിയോ 6 അടിയുടെ 6 അടിയുടെ പൈപ്പാണ്. അപ്പോൾ ഇതിൽ ഹോൾ ഇട്ടിട്ടുണ്ട് കണ്ട. ഇപ്പോൾ ഡ്രാഗൺ വയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ ടയർ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് കയറ്റി കൊടുക്കുന്നത്. അപ്പോൾ അത് വെക്കാനുള്ളതാണ്. അത് നമ്മളിപ്പോൾ കമ്പി ഇട്ടിട്ടില്ല, പിന്നീട് ചെയ്യാം. അതിപ്പോൾ ഹൈറ്റ് വരുമ്പോഴേക്കും ചെയ്താൽ മതിയല്ലോ, അതുകൊണ്ടാണ് ഇതിൽ ഇടാതെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പം ഇനി എല്ലാ ചെടിയിലും നമുക്ക് എല്ലാ പില്ലറിലും ഒന്ന് വെച്ചിട്ട് നോക്കാം. നമ്മൾ ഡ്രാഗൺ എല്ലാം വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു പോസ്റ്റിൽ 3 വശത്തു നിന്ന് 3 എണ്ണം കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. മണലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അടിയിൽ, കാരണം ഇച്ചിരിയും കൂടി വേര് പിടിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് എളുപ്പം. പിന്നെ ഇതെല്ലാം റെഡാണ്, അകത്തും പുറത്തും റെഡുള്ള വെറൈറ്റിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 10 പോസ്റ്റാണ് ഞാൻ ഇപ്പോൾ വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് 30 എണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടെയും കൂടി വെക്കാനുണ്ട് കേട്ടോ. ഇവിടെ പോസ്റ്റ് ഇട്ട ശേഷം ഇവിടെയും കൂടി വെക്കും. പിന്നെ ഒരു കാര്യമുള്ളതില്ലേ, ഇതിൻ്റെ ചെറിയ പീസുകൾ വെച്ചാലും നമുക്ക് എളുപ്പം തന്നെ ഉണ്ടാവും, പക്ഷെ കായ് പിടിക്കാൻ ലേറ്റ് ആവും. ഇപ്പം ഇത്രയും ഹൈറ്റ് വന്ന പ്ലാന്റുകൾ നമ്മൾ വെച്ചിരിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് അതിൻ്റെ റേറ്റും കൂടുതൽ കേട്ടോ. ചെറിയ ചെറിയ പീസുകളും ചില ഗാർഡനിലൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ അങ്ങനെ ചെറുതാകുമ്പോൾ നമുക്കതൊന്ന് ഗ്രോത്തായി വരാനൊക്കെ സമയമെടുക്കും. ഇതാകുമ്പോൾ നെക്സ്റ്റ് ഇയർ തന്നെ കായ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കണം. എന്തായാലും ഞാൻ വെച്ചിട്ടുണ്ട്. അതിന് നമ്മുടെ ഡ്രാഗണിൻ്റെ ഇന്നത്തെ വർക്ക് നല്ല പൊരിഞ്ഞ വെയിലുമാണ്. വെയിലാണല്ലോ ഇതിന് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഡ്രാഗണിൻ്റെ പരിപാടികൾ തീർന്നിരിക്കുന്നു. ബൈ. ഡ്രാഗൺ നേരത്തെ വെച്ചത്. അപ്പോൾ ഈ ഡ്രാഗണില്ലേ നല്ല ഇടയ്ക്കിടയ്ക്ക് കായ്ക്കുന്നുണ്ട്, പക്ഷേ ഫുൾ സിങ്ങിലങ്ങ് ആയിട്ടില്ല. അപ്പോൾ ഇനി വേണം അതിനെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാൻ. ഇത് ഞാൻ അങ്ങനെ ടയറൊന്നും വെച്ചില്ല, വെറുതെ ഇങ്ങനെ ഒരു കമ്പിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിലൊരു ഇത് കണ്ടോ, പില്ലറിൽ ഇങ്ങനെ കയറിപ്പോന്നു. ഇതാണ് അതിൻ്റെ വേരുകൾ കണ്ടോ, സൈഡിൽ കൂടെ ഇറങ്ങുന്നത്. അപ്പോൾ അതെങ്ങനെ വെച്ചാലും അതിൽ ചുറ്റി പിടിക്കുന്നു മനസ്സിലായി, താഴോട്ട് വീഴുകയില്ല. പക്ഷെ നമുക്ക് ടയർ വെച്ചാൽ ഫ്രൂട്ട്സൊക്കെ പറിക്കാൻ നല്ല എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഡ്രാഗൺ എപ്പോഴും എല്ലാവരും അങ്ങനെ പില്ലർ വെച്ചിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയി പിടിച്ചിരിക്കുന്നുണ്ട്, ആര് തള്ളിയാലും താഴെ പോവില്ല. അതാണ് ഡ്രാഗൺ വിശേഷം.